കണ്ണൂർ അലവലിൽ ദമ്പതികളെ മരിച്ചതിൽ കണ്ടെത്തിയതിൽ ഭാര്യയുടേത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. തലയ്ക്കേറ്റ ശക്തമായ അടിയും തീപ്പൊള്ളലേറ്റതുമാണ് AK ശ്രീലേഖയുടെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭർത്താവ് പ്രേമരാജൻ ശ്രീലേഖയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതക കാരണം അവ്യക്തം. ഇന്നലെ വൈകിട്ടാണ് ഇരുവരെയും വീട്ടിലെ കിടപ്പുമുറിയിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി ചോര വാർന്ന നിലയിലായിരുന്നു. മുറിയിൽ നിന്ന് ചോര പുരണ്ട ഒരു ചുറ്റികയും പോലീസ് കണ്ടെത്തി. ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പ്രേമരാജൻ സ്വയം തീ കൊളുത്തിയതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഇളയ മകൻ വിദേശത്ത് നിന്ന് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് മരണവാർത്ത പുറത്തറിഞ്ഞത്. മന്ത്രി AK ശശീന്ദ്രന്റെ മരുമകളാണ് കൊല്ലപ്പെട്ട AK ശ്രീലേഖ. കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകി. മൊത്തത്തിൽ ഈ ഷോക്കിലാണ്. നമ്മൾ തുറന്നു നോക്കുമ്പോൾ രണ്ടുപേരും തീ പിടിച്ച പോലെയാണ് കണ്ടത്. പോലീസുകാർ കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കണ്ടത്. രണ്ടുപേരും വളരെ ഹാപ്പിയാണ് വിളിക്കുമ്പോൾ എല്ലാം കാണുമ്പോഴും. ആദ്യം കണ്ടവർ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്രീലേഖ ചേച്ചിയുടെ തലക്ക് ചോര വാർന്നിട്ടുണ്ട് എന്നുള്ളത്. കൊലപാതക കാരണത്തിൽ പോലീസിനും വ്യക്തതയുണ്ടായിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വളവട്ടണം CI ആണ് കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.